വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. 6 ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു. 2025 മാർച്ച് 29 ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു. അതായത് കന്നിരാശിയിൽ. കാലപുരുഷൻ്റെ 6ാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത്. ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു. അപ്പോൾ പ്രധാനമായും 2 രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 12ാമത്തെ രാശിയായ മീനം. 6 ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ്. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു. മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം, അതായത് മാർച്ച് 29 ശനിയാഴ്ച രാത്രി 11:01 ശനിയും രാശി മാറുകയാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു. അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട 6 ഗ്രഹങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, രാഹു, ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു. ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് 7ാം ഭാവമായ കന്നിരാശിയിലാണ്. അതായത് കാലപുരുഷൻ്റെ 6ാമത്തെ രാശി. അപ്പോൾ മീനവും കന്നിയും, ഈ 2 രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു. അതായത് ആക്ടിവേറ്റ് ആകുന്നു. അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു. അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു. ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ എല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ 12 രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് 6 ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മീനൻ രാശിയിലാണ്. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു എന്നീ 6 ഗ്രഹങ്ങൾ ഒരുമിച്ച് ഭാഗ്യസ്ഥാനം ബലപ്പെടുത്തുന്നു. ഈ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി നിങ്ങളുടെ ധൈര്യവീര്യസ്ഥാനമായ 3ാം ഭാവത്തിൽ കേതു ഇപ്പോൾ നിൽക്കുന്ന കന്നിരാശിയിൽ വരുന്നു. ഇതോടൊപ്പം 11ൽ നിൽക്കുന്ന ഗുരുവും 12ൽ നിൽക്കുന്ന ചൊവ്വയും നിങ്ങളുടെ 3ാം ഭാവത്തെ വീക്ഷിക്കുന്നു. 8 ഗ്രഹങ്ങൾ ഒരുമിച്ച് കന്നിരാശിയെ ദൃഷ്ടി ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന കേതുവിന് ഈ 8 ഗ്രഹങ്ങളുടെയും സമ്മർദ്ദം വലുതായി ഉണ്ടാകുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് എന്തായിരിക്കും ഇതുകൊണ്ടുള്ള ഫലം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ 9ഉം 3ഉം ഭാവങ്ങൾ ആക്ടിവേറ്റ് ആകും. ഹ്രസ്വദൂര യാത്രകളും വളരെ ദീർഘദൂര യാത്രകളും ചെയ്യേണ്ടതായി വരും. അപ്പോൾ അനുകൂല ദശാകാലവും ഭുക്തിയും നല്ല ജാതക നിലയുമാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സമയമാണിത്. ആത്മീയ യാത്രകൾ, തീർത്ഥയാത്രകൾ, ജീവസമാധികൾ, മഹാക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ മുതലായവ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഗുരുതുല്യവരായവരെ കണ്ടുമുട്ടാൻ അവസരം. അതുവഴി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പുതിയ അറിവുകൾ ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ആത്മീയ കാര്യങ്ങൾക്ക് പുതിയ മാനങ്ങൾ കൈവരും. വൈകാരികത നിയന്ത്രിക്കാൻ സാധിക്കും.
9 ഭാഗ്യസ്ഥാനത്ത് മീനൻ രാശിയിൽ ഗുരുവിൻ്റെ വീട്ടിൽ 6 ഗ്രഹങ്ങൾ സംയോജിക്കുമ്പോൾ മീനൻ രാശിയുടെ അധിപനായ ഗുരു 11-ാം ഭാവത്തിൽ, അതായത് നിങ്ങളുടെ സർവാഭിഷ്ട സ്ഥാനത്ത്, ലാഭസ്ഥാനമെന്ന് പറയുന്ന 11-ാം ഭാവത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ പല വഴികളിലൂടെ ധനനേട്ടമുണ്ടാകും. ലോട്ടറി, ചിട്ടി മുഖേന ഭാഗ്യം പരീക്ഷിച്ചാൽ നേട്ടമുണ്ടാകും. സമൂഹ മാധ്യമങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ആഗ്രഹ സാഫല്യമുണ്ടാകും. യാത്ര ചെയ്യുന്നവർ, സ്വയം വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള സമയം കൂടിയാണ്. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയ അവസരമാണ്. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ നിലവിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുറച്ചുകൂടി വഷളാകാനും സാധ്യത കാണുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നീട്ടിവെക്കുക. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടരുത്. ജാതകനിലയും ദശാഭുക്തിയും അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ഒരു കാര്യത്തിലും കാണിക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് 6 ഗ്രഹങ്ങളാണ്. അവ നോക്കുന്നത് അല്ലെങ്കിൽ വീക്ഷിക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലും. ഈ ഭാഗ്യസ്ഥാനത്ത് വീട് കൊടുത്ത വ്യാഴം എന്ന ഗ്രഹം നിങ്ങളുടെ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ 9-ഉം 11-ഉം ഭാവങ്ങൾ ഈ പറയുന്നത് പോലെ വളരെയധികം ഫലപ്രദമായ ഒരു ഫലമായിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് നൽകുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.